നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ഇടത് മതേതരത്വ കക്ഷികൾ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. BJPയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും പന്ന്യൻ രവീന്ദ്രൻ. വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർധന, COA കരിദിനം ആചരിച്ചു. പ്രതിഷേധാഗ്നിയായി നീലീശ്വരത്ത് പ്രകടനം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കൊള്ളയടിക്കാൻ ശ്രമിച്ച സംഭവം, സീരിയൽ നടിയടക്കം 4 പേർ പിടിയിൽ. സംഘം തട്ടിപ്പ് മേഖലയിലെ വിദഗ്ധരെന്ന് പോലീസ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ചിലർ അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ. UPA സർക്കാരിന്റെ സാമ്പത്തിക നയമാണ് രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചതെന്നും VD സതീശൻ. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ കാസർഗോട്ട് വന്നൊരുക്കം. രാഹുലിന്റെ വരവ് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുമെന്ന് UDF നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടതു മതേതരത്വ കക്ഷികൾ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ പടയൊരുക്കം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും BJPയും പ്രതീക്ഷിച്ച വിജയം നേടില്ല. പല സംസ്ഥാനങ്ങളിലും അവർക്ക് വൻ തകർച്ചയായിരിക്കും. കോൺഗ്രസിന് 3 അക്കം പോലും കടക്കാൻ കഴിയില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസ് 2ാം സ്ഥാനത്തല്ല, മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി പോലും കോൺഗ്രസ് വരില്ല എന്ന സ്ഥിതിയാണ് ഇന്ത്യയിൽ വളർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റിൽ കോൺഗ്രസിന് 13 സംസ്ഥാനത്തിൽ 2 അക്ക സീറ്റുകളുണ്ടായിരുന്നു. അതിലൊന്നാ കേരളം. ഇവിടെ കോൺഗ്രസിന് 13 സീറ്റുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഈ 13 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഇപ്പം 2 അക്ക സീറ്റ് പോയിട്ട് സിംഗിൾ സീറ്റുകളാണ് മിക്കവാറും സ്ഥലത്ത് കിട്ടാൻ പോകുന്നത്. കോൺഗ്രസിന് കിട്ടുന്ന സീറ്റ് എല്ലാ തലത്തിലുള്ള അന്വേഷണം നടത്തിയാലും 2 അക്കത്തിൽ കൂടില്ല. അതാണ് കോൺഗ്രസിന്റെ ദയനീയമായ പതനം. ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന മതേതര കക്ഷികളായിരിക്കും അധികാരത്തിലെത്തുക. മതനിരപേക്ഷത ഊന്നിയുള്ള പാർട്ടികൾ യോജിച്ചുള്ള കക്ഷികളും ഒന്നിക്കും. BJPയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അഴിമതിയും പക്ഷാപാതപരമായ സമീപനങ്ങളുമാണ് ഇരു കക്ഷികളുടെയും മുഖമുദ്രയെന്നും പന്ന്യൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന് പിന്തുണ നൽകേണ്ട സാഹചര്യം ഇടതുമുന്നണിക്ക് ഇല്ലെന്നും അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു വർഗീയത ലക്ഷ്യമിട്ടാണ് നരേന്ദ്രമോദി പ്രചാരണം നടത്തുന്നത്. ഗുജറാത്തിലുണ്ടാക്കിയ തിളക്കം രാജ്യത്തും ഉണ്ടാക്കുമെന്നാണ് BJPയുടെ പ്രചാരണം. പക്ഷേ ഗുജറാത്തിലെ സ്ഥിതി ദയനീയമാണെന്ന് ജനങ്ങൾക്കറിയാം. ഗുജറാത്ത് കലാപം ഒരു മനസ്സാക്ഷി കൂത്തും മോഡിക്കുണ്ടാക്കിയിട്ടില്ല. BJPയെ തടയേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. BJPയാണ് മോഡിയെ കോർപ്പറേറ്റുകളും എല്ലാം പൊക്കിക്കാണിക്കുക. കോടാനുകൂടി പരസ്യത്തിന് ചെലവഴിച്ചു. രാജ്യം മുഴുവൻ പ്രചരണം നടത്തുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യുന്ന മോഡി ഉയർത്തിക്കാട്ടാൻ. അവർ പറയുന്നത് ഗുജറാത്തിന്റെ തിളക്കം രാജ്യത്തിന്റെ തിളക്കമാക്കി മാറ്റുന്ന. ഗുജറാത്തിന്റെ തിളക്കം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഗുജറാത്ത് ഈ പറയുന്ന പോലുള്ള ഗുജറാത്താണോ? ഗുജറാത്തിനെ കുറിച്ച് ഞങ്ങളൊക്കെ പഠിച്ച ഗുജറാത്ത്, ആ ഗുജറാത്തിലെ ഗ്രാമങ്ങൾ ആ കഥ പറയും. കാരണം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ ദയനീയതയുള്ള ഗ്രാമങ്ങളിൽ ഗുജറാത്തിലെ ഗ്രാമങ്ങളാണ്. ഗുജറാത്തിൽ കാണിച്ചിരിക്കുന്നത് ആ നാട്ടിന്റെ സ്വത്ത്, പൊതു സ്വത്ത് കോർപ്പറേറ്റുകൾക്ക് ചൂളുവിലക്ക് കൊടുത്ത് ആ കോർപ്പറേറ്റുകളെ കൊണ്ടുവന്ന് അവർ രാജ്യത്തിലെ തിളക്കമുണ്ട് എന്ന് പറയുന്ന ഒരാൾപ്പാടായിരുന്നു. അത് ജനങ്ങൾ തിരിച്ചറിയും. ഗുജറാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തിളങ്ങാൻ വരുന്ന സാക്ഷാൽ മോഡി നമ്മുടെ രാജ്യത്ത് ഹിന്ദു വർഗീയതയുടെ ഒരു ഗവൺമെന്റിന് വേണ്ടിയാണ് ഇപ്പം ഒരുക്കം കൂട്ടുന്നത്. E. ചന്ദ്രശേഖരൻ MLA, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MO വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാനലുകൾ ഓഫ് ചെയ്ത് കരിദിനം ആചരിച്ചു. കേബിൾ TV വിതരണ ശൃംഖലകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം.
കേബിൾ വലിക്കാനുള്ള വൈദ്യുതി പോസ്റ്റിന് 3 ഇരട്ടിയായി വാടക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് കേബിൾ TV മേഖലയിലുള്ളവർ പ്രക്ഷോഭരംഗത്ത് വന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് വൈദ്യുതി സർക്കിൾ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. രണ്ടാം ഘട്ടമായാണ് കരിദിനം ആചരിച്ചത്. നിരക്ക് വർധന പിൻവലിച്ചില്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തുന്നതടക്കമുള്ള പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ചാണ് COA നേതൃത്വം ചർച്ച ചെയ്യുന്നത്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച കേബിൾ ഓപ്പറേറ്റർമാരുടെ പ്രതിഷേധ പ്രകടനം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. ഇന്ന് നമ്മൾ ഓരോ പോസ്റ്റിലും 364 രൂപയാണ് ഇന്ന് പുതിയ അഗ്രിമെന്റ് ലൈസൻസ് പുതുക്കുന്നവർക്കുള്ള ചാർജ്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതുപോലെ തന്നെ ഇത് കാലാനുസൃതം വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കേവലം 2 വർഷം കൊണ്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 3 ഇരട്ടിയിലും കൂടുതലാണ്. ഇത് ഒരു 3 ഇരട്ടിയിൽ കൂടുതൽ എന്നതിലപ്പുറം KSEB ബോർഡ് ഇത് നമ്മളിൽ നിന്നും വാങ്ങുമ്പോൾ അവർ പറയുന്ന ന്യായങ്ങൾ KSEB വൻ നഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ റവന്യൂ മാർഗങ്ങൾ എത്രത്തോളമുണ്ട് അത് കണ്ടെത്താൻ നിവൃത്തിയില്ല എന്നൊക്കെയാണ്. അതേസമയം ഇവിടെ വൈരുദ്ധ്യമെന്ന് പറയട്ടെ, KSEBയുടെ കോടികൾ വിവിധ മൾട്ടിനാഷണൽ കമ്പനികൾക്കും കുത്തകകൾക്കും കുടിശ്ശികയായി കോടികൾ നൽകുമ്പോൾ തന്നെ കേവലം തുച്ഛമായ ഈ ഒരു തുക നമ്മുടെ ഓപ്പറേറ്റർമാരിൽ നിന്നും വളരെ നിർബന്ധപൂർവ്വം ഈടാക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ട ഈ ബോർഡിനും അതുപോലെ ഈ ബോർഡിന് പിന്നിൽ ഇതിനെ ഈ ചുക്കാൻ നയിക്കുന്നവർക്കും ഉണ്ട് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, ജില്ലാ സെക്രട്ടറി സതീഷ് കെ പാക്കം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രഘുനാഥൻ, ലോകിതാക്ഷൻ M, CCN വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ, MT മോഹനൻ TV, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ശ്രീനാരായണൻ, മേഖലാ സെക്രട്ടറി ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കൊള്ളയടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. സീരിയൽ നടി അടക്കമുള്ള 4 പേരെയാണ് കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി 10 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് സീരിയൽ നടിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു നുള്ളിപ്പാടിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി യുവതിക്കൊപ്പം നിർത്തി നഗ്നചിത്രമെടുത്ത് പണം തട്ടാൻ ശ്രമിച്ചത്. ചേരൂർ പാണലത്തെ ഗൾഫുകാരനായ യുവാവ് തട്ടിക്കൊണ്ടുപോയ സംഭവം സുഹൃത്തുക്കളെ ഫോൺ വഴി അറിയിക്കുകയും തുടർന്ന് പോലീസ് സഹായത്തോടെ ഇവരെ കീഴടക്കുകയുമായിരുന്നു. സീരിയൽ നട അടക്കമുള്ള സംഘം വൻ ശൃംഖലയിലെ കണ്ണിയാണെന്ന് സംശയിക്കുന്നതായും ഇവർ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായും പോലീസ് പറഞ്ഞു. 10 അംഗ സംഘമാണ് സംഭവത്തിൽ ഉണ്ടായിരുന്നതെന്ന് യുവാവ് നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. സംഭവം നടന്ന ദിവസം തന്നെ പോലീസ് യുവാവിന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ 3 പേരെയും പിറ്റേ ദിവസം ഒരാളെയും പിടികൂടിയിരുന്നു. കാസർഗോഡ് മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമാവുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിയതും ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതും. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചിലർ അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലർ അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഗൗരവമായി പഠിക്കാതെയാണ് അഭിപ്രായം പറയുന്നതെന്നും VD സതീശൻ പറഞ്ഞു. NDA സർക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ UPA ബഹുദൂരം മുന്നിലാണ്. NDAയുടെ പ്രകടനത്തെ വിലയിരുത്തുന്നത് പോലും അപ്രസക്തമായ കാര്യമാണ്. 1ാം UPA സർക്കാരും 2ാം UPA സർക്കാരും എന്തു ചെയ്തു എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത്. നേട്ടങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ കഴിയുകയെന്നും സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി 2 UPA ഗവൺമെന്റുകൾക്കും എതിരായി നടക്കുന്ന വ്യാജ പ്രചരണത്തിന് കണക്കുകൾ കൊണ്ട് മറുപടി പറയാൻ കോൺഗ്രസ് പാർട്ടി സന്നദ്ധമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJPയും CPMന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷവും 2 UPA ഗവൺമെന്റുകളെ കുറിച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് വികസനം സംബന്ധിച്ച് നടത്തുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണവും UPയുടെ 2 ടേമിലുള്ള ഭരണവും തമ്മിലായിരുന്നില്ല മത്സരം. കണക്കുകൾ കണ്ടാൽ 1ാം UPA ഗവൺമെന്റും 2ാം UPA ഗവൺമെന്റും തമ്മിലായിരുന്നു സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും വികസന സംബന്ധിയായ വിഷയങ്ങളിലും മത്സരം ഉണ്ടായിരുന്നത്. മൻമോഹൻ സിംഗിന്റെയും UPA സർക്കാരിന്റെയും വിശാലമായ കാഴ്ചപ്പാടാണ് ലോകരാഷ്ട്രങ്ങൾ മൊത്തം സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോഴും ഇന്ത്യയെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കിയതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. പല രാജ്യങ്ങളും പിടിച്ചു നിൽക്കാൻ പാടുപെടുമ്പോഴായിരുന്നു മൻമോഹൻ സിംഗ് മായാജാലം കാണിച്ചത്. P ചിദംബരവും വയലാരവിയും അടക്കമുള്ളവർ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നതിനെ തോൽവി ഭയന്നാണെന്ന് ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ തവണ P ചിദംബരം മത്സരരംഗത്തിൽ നിന്ന് അറിയിച്ചതായിരുന്നു. രാജ്യസഭാ അംഗമായ വയലാരവി മത്സരിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
AICC വൈസ് പ്രസിഡന്റ് കൂടിയായ രാഹുൽ ഗാന്ധി MPയെ വരവേൽക്കാൻ കാസർഗോട്ട് വൻ ഒരുക്കം. ഏപ്രിൽ 5-നാണ് രാഹുൽ കാസർഗോട്ട് എത്തുന്നത്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ അദ്ദേഹം 10,000-ങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4-ാം തീയതി മംഗലാപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. അന്ന് രാത്രി അവിടെ തങ്ങുന്ന അദ്ദേഹം 5-ന് രാവിലെ 11:30 കാസർഗോട്ട് എത്തുക. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടെ നിന്ന് കാർ മാർഗം സ്റ്റേഡിയത്തിലേക്ക് പോകും. കോളേജ് മൈതാനവും അവിടെ നിന്നുള്ള റോഡും പോലീസിന്റെ കർശന നിയന്ത്രണത്തിലായിരിക്കും. വിദ്യാനഗറുള്ള പരിപാടിക്ക് ശേഷം എറണാകുളത്തേക്കാണ് രാഹുൽ പോവുക. ഇടുക്കി, കട്ടപ്പന, വെങ്ങന്നൂർ എന്നിവിടങ്ങളിലും രാഹുൽ ഗാന്ധി UDF തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് 6-ന് എറണാകുളത്തെത്തുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി 7-നും തൃശൂരിലും കോഴിക്കോട്ടും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയും പ്രസംഗിക്കുക. രാഹുൽ ഗാന്ധിയുടെ വരവ് പുത്തൻ ആവേശമായിരിക്കും പകരുകയെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീ രാഹുൽ ഗാന്ധി 5-ാം തീയതി രാവിലെ 11 മണിക്കു ശേഷം കാസർഗോഡ് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ സിദ്ദീഖിനു വേണ്ടി സിദ്ദീഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുന്നു. UDF നേതാക്കളായ MC കമറുദ്ദീൻ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, NA നിൽക്കുന്ന MLA തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മതേതരത്വം പറഞ്ഞു നടക്കാൻ കോൺഗ്രസിന് അധികാരമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ചൌക്കിയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മതേതരത്വത്തിനേറ്റ തീരാ കളങ്കമാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. ഇതിലൂടെ കോൺഗ്രസിന്റെ തനിനിറം പുറത്തായി. ഇപ്പോൾ BJP വർഗീയതയുമായി രംഗത്തെത്തിയതോടെയാണ് കോൺഗ്രസ് മതേതരത്വം പറഞ്ഞു നടക്കുന്നതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. റസാഖ് എരിയാൽ അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ P രാഘവൻ, INL നേതാവ് ആലിക്കുട്ടി മാസ്റ്റർ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, VK രാജൻ, അസീസ് കടപ്പുറം, മുസ്തഫ തോരവളപ്പ്, M സുമതി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കബഡി അസോസിയേഷൻ ആതിഥ്യമരുളുന്ന ദേശീയ കബഡി ടൂർണമെന്റ് ഏപ്രിൽ 4 മുതൽ 6 വരെ കുഞ്ചത്തൂരിൽ നടക്കും. ഇന്ത്യയിലെ പ്രമുഖ താരങ്ങൾ മത്സരത്തിൽ കളത്തിലിറങ്ങുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കബഡി അസോസിയേഷന്റെയും ജവാനി ദിവാനി ഫ്രണ്ട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെടുന്നത്. 4, 5, 6 തീയതികളിൽ കുഞ്ചത്തൂർ ഗ്രൗണ്ടിലാണ് മത്സരം അരങ്ങേറുക. ഇന്ത്യയിലെ പ്രമുഖ ക്ലബ്ബുകളായ എയർ ഇന്ത്യ മുംബൈ, ശാസ്ത്ര സേനാബാൽ, BPCL മുംബൈ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മഹാരാഷ്ട്ര, RLF മഹാരാഷ്ട്ര, ദീനാക് ബാങ്ക് മുംബൈ, വിജയ് ബാങ്ക് ബാംഗ്ലൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, ആൾ ബാംഗ്ലൂർ, KKM ചെന്നൈ, ആന്ധ്ര ബാങ്ക് ഹൈദരാബാദ്, എയർഫോഴ്സ് ഡൽഹി, EMA ഭോപ്പാൽ, റെഡ് ആർമി ഡൽഹി, ഭാരത് ഫ്രണ്ട്സ് തമിഴ്നാട് തുടങ്ങിയ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. RLF മഹാരാഷ്ട്ര, ദേന ബാങ്ക് മുംബൈ, RCF മഹാരാഷ്ട്ര, വിജയ് ബാങ്ക് ബാംഗ്ലൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, HL ബാംഗ്ലൂർ, KKM ചെന്നൈ, ആന്ധ്ര ബാങ്ക് ഹൈദരാബാദ്, എയർഫോഴ്സ് ഡൽഹി, EMA ഭോപ്പാൽ, റെഡ് ആർമി ഡൽഹി, ഭാരത് ഫ്രണ്ട്സ് തമിഴ്നാട് തുടങ്ങിയ 15 കേരള സ്റ്റേറ്റ് ടീം മത്സരിക്കുന്ന ലീഗ് സിസ്റ്റത്തോടു കൂടിയുള്ള 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കബഡി ടൂർണമെന്റാണ് നടക്കുന്നത്. ഈ കബഡി ടൂർണമെന്റിന്റെ പ്രത്യേകം സജ്ജമാക്കിയ ഗാലറി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5000-ഓളം ആളുകൾക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ MP ഇസ്മായിൽ, AKM അഷ്റഫ്, സുധീർ കുമാർ, നസീർ, TS സയ്യിദ്, മുഹമ്മദ് അനീഫ്, മുഹമ്മദ് റഫീഖ് മുട്ട തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ SDPI കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. സ്ഥാനാർത്ഥി NU അബ്ദുസ്സലാമിന് നേരെയാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്ട് വെച്ച് ആക്രമണമുണ്ടായത്. SDPI സ്ഥാനാർത്ഥിക്ക് നേരെയുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ ഒസ്തുർഗ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ മീനാപ്പീസ് കടപ്പുറത്താണ് SDPI സ്ഥാനാർത്ഥി നായ്മാർ മൂലയിലെ NV അബ്ദുസ്സലാമിന് നേരെ ആക്രമണമുണ്ടായത്. അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നും ഇറങ്ങി കടകളിൽ കയറി വോട്ടഭ്യർത്ഥിക്കുന്നതിനിടയിൽ ഒരു സംഘം അസഭ്യം പറയുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്ന് SDPI വൃത്തങ്ങൾ പറഞ്ഞു. സംഘർഷം ഉടലെടുത്തതോടെ പോലീസ് സ്ഥലത്തെത്തി. ഇതിനിടയിൽ ലീഗ് ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി. പരാജയ ഭീതി മൂലമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് SDPI നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ രാജ്യത്തെ സാധാരണക്കാരന് ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടാനുള്ള അവകാശത്തിനും അവസരത്തിനും എതിരെയുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉയർത്തി കാണിച്ച്
മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് ചോദിക്കുന്ന UDFന്റെ സംവിധാനം തന്നെ രാജ്യത്ത് പൊതുസമൂഹത്തിൽ ആശാവഹമായി പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന SDP പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ജനാധിപത്യത്തിൽ ഇടപെടലിനെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു അതിക്രമമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, H മുനീർ, ഖാദർ ഏരിയാൽ, ഫൈസൽ കോളിയടക്കം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് പുലിക്കുന്ന് ശ്രീ ജഗദാംബ ദേവി ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് 6-ന് തുടക്കമാകും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 6-ന് രാവിലെ നടക്കുന്ന ഗണപതി ഹോമത്തോടെ മഹോത്സവത്തിന് തുടക്കമാകും. വൈകുന്നേരം ലക്ഷദീപോത്സവം നടക്കും. 3 ദിവസങ്ങളായി നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജകളും കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജഗദംബാദേവി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന വാർഷികോത്സവവും അതിനോടനുബന്ധിച്ച് ലക്ഷദീപോത്സവവും നടത്തപ്പെടുന്നുണ്ട്. ഈ വർഷം ഏപ്രിൽ 6-ാം തീയതി, ഏപ്രിൽ 6, 7, 8 തീയതികളിലാണ് ഉത്സവാഘോഷങ്ങൾ. അതിൽ 6-ാം തീയതി ലക്ഷദീപോത്സവം. ഈ ലക്ഷദീപോത്സവം ആദ്യ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഒടിയൂർ സ്വാമിജിയുടെ ശിഷ്യ സ്വാമിനി ശ്രീ മാതാനന്ദമയി ശ്രീക്ഷേത്ര ഒടിയൂർ ഇവർ ആദ്യ ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ CV പൊതുവാൾ, KN വേണുഗോപാൽ, വാമനൻ മുള്ളങ്കോട്, രവി പുലിക്കുന്ന്, മനോജ് അമൈ, KS മല്യ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ജൂനിയർ ചേംബർ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിലുള്ള മാജിക് പരിശീലന ക്യാമ്പ് നായ്മാറമൂല NA മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കുമ്പള കോയിപ്പാടിയിൽ മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന തോണി മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. കോയിപ്പാടി കടപ്പുറത്തെ രാജനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യുവമോർച്ച നടത്തുന്ന കലാജാഥ ഒസങ്കടിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. നിരവധി പ്രവർത്തകരാണ് അണിനിരക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധീവരസഭ UDFനൊപ്പം നിൽക്കുമെന്ന് നേതാക്കൾ. കാസർഗോഡ് വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് UDF സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ധീവരസഭ UDF സർക്കാരിനെ അനുകൂലിക്കുകയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കായിരിക്കും തങ്ങളുടെ പിന്തുണയെന്നും നേതാക്കൾ പറഞ്ഞു. പലരും പല സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം ഞങ്ങൾ വിലയിരുത്തുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് കേരളത്തിലെ 2 മുന്നണിയാണുള്ളത്. NDAയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് മറ്റു രീതിയിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അനുഭവം വെച്ച് ഞങ്ങൾ ഈ UDFനെയും LDFനെയും വിലയിരുത്തിയപ്പോൾ ഞങ്ങൾക്ക് ശരിയാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചത് UDF ആണ്. അഡ്വക്കേറ്റ് KK രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് US ബാലൻ തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചത്. സ്ഥലമായി പ്രധാന വാർത്തകൾ വീണ്ടും. ഇടത് മതേതരത്വ കക്ഷികൾ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. BJPയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും പന്ന്യൻ രവീന്ദ്രൻ. വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർധന, COA കരിദിനം ആചരിച്ചു. പ്രതിഷേധാഗ്നിയായി നീലീശ്വരത്ത് പ്രകടനം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കൊള്ളയടിക്കാൻ ശ്രമിച്ച സംഭവം. സീരിയൽ നടിയടക്കം 4 പേർ പിടിയിൽ. സംഘം തട്ടിപ്പ് മേഖലയിലെ വിദഗ്ധരെന്ന് പോലീസ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ചിലർ അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ. UPA സർക്കാരിന്റെ സാമ്പത്തിക നയമാണ് രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചതെന്നും VD സതീശൻ. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ കാസർഗോഡ് വന്നൊരുക്കം. രാഹുലിന്റെ വരവ് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുമെന്ന് UDF നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.